അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജീവനും ആരോഗ്യവും കണ്ണും കാതും കയ്യും കാലും എന്ന് വേണ്ട ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള പടച്ച റബ്ബ് ഇതൊക്കെ നൽകിയത് ഇവിടെ മാത്രം നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അതിനൊക്കെ കൃത്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ, വിജയം നേടാൻ ഏറ്റവും വലിയ കരുതലും മോട്ടിവേഷനുമാണ് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഓരോ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഉപദേശങ്ങളും. സൂറത്തുൻ നിസായിലെ 174 ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണം, രേഖ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വ അൻസൽനാ ഇലൈക്കും നൂറം മുബീന, നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്രകാശവും അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കൃത്യമായ ഒരു വെളിച്ചം, ഒരു പ്രകാശം, അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ നിയമ നിർദ്ദേശങ്ങളും. ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, ഏതെല്ലാം രീതിയിൽ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളെന്നുള്ള കാര്യം നമ്മുടെ ആരോഗ്യരംഗത്ത്, തൊഴിൽ രംഗത്ത്, കുടുംബത്തിൽ, അയൽവക്കത്തിൽ, ബന്ധങ്ങളിൽ ഒക്കെ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കൃത്യമായ ഉപദേശങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട്. അത് അനുസരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും, പരലോകത്തും നമുക്ക് വിജയം നേടാൻ സാധിക്കും. ഈ ലോകത്ത് കാണുന്ന അനേകായിരം സൃഷ്ടിജാലങ്ങൾ, അതേപോലെ ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ആ പടച്ചറബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് മുസ്ലിമായിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളും നമ്മുടെ സാമ്പത്തിക രംഗത്ത്, വ്യക്തിജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഇടപാടുകളിലൊക്കെ ആ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എത്രയോ സംഗതികൾ വേറെ എവിടെയും നമ്മൾ പോകേണ്ടതില്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ജുമുഅയിൽ, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു, നിങ്ങൾ പടച്ചറബിനുള്ള ഇബാദത്ത് നിർവഹിച്ച് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപജീവനങ്ങൾ തേടിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക എന്നാണ്. അപ്പോൾ ദുനിയാവിൻ്റെയും ആരാധനയുടെയും സമന്വയിപ്പിക്കുന്നൊരു രീതി, ദുനിയാവും ആഖിറവും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാൻ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണല്ലോ പഠിപ്പിച്ചത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ, ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നന്മ നൽകണേ എന്നാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത്, അതേപോലെ തന്നെ തൊഴിൽ രംഗത്ത്, ബന്ധങ്ങളിൽ, ആരാധനകളിലൊക്കെ കൃത്യമായ മിതമായ ഒരു ശൈലിയും രൂപവും പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കണം. ഏത് പ്രതിസന്ധികളിലും നമുക്ക് ആശ്വാസമായിരിക്കും. മാനസികമായി നമ്മൾ സങ്കടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഒക്കെ ചരിത്രം ഏതൊരു വിശ്വാസിക്കും കരുത്തും ആശ്വാസവുമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനുള്ള ശമന ഔഷധം, നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ദിവ്യഗ്രന്ഥം, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം നൽകുന്ന പരിശുദ്ധ ഖുർആൻ, അതായിരിക്കണം നമ്മുടെ വഴികാട്ടി, മാർഗദർശി. അങ്ങനെ ഖുർആൻ പഠിക്കാനും ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മളോട് ചേർത്ത് വെക്കാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.